ഹല്ലേലൂയ, ആമേൻ. നമ്മളെ ആരോഗ്യത്തോടെ ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവകൃപ. യോഹന്നാന്റെ സുവിശേഷം 10 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ, ആമേൻ. നമ്മളിന്ന് കടന്നു പോകുന്നത് വല്ലാത്ത സാഹചര്യത്തിലാണ്. പിടിച്ചു പറിക്കുന്ന ഒരു ലോകം, തട്ടിക്കൊണ്ടുപോകുന്ന ലോകം. അബിഗയിൽ റോഡിൽ വെച്ച് അപഹരിക്കപ്പെട്ട കേരളം. ഇങ്ങനെ 1, 2, 3, 4, 10 എൻ്റെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. പക്ഷെ അത് പറയേണ്ടത് നമ്മളല്ലല്ലോ, അതിവിടുത്തെ ഭരണാധികാരികൾ പറയട്ടെ. ഇതുപോലെ തട്ടിക്കൊണ്ടുപോകുന്ന, പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ലോകത്ത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ലെന്ന് അരുളി ചെയ്തവൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. നമ്മുടെ തലമുറകളെ സൂക്ഷിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. എനിക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളും 1 മോനുമായിരുന്നു. അവരുടെ കുഞ്ഞുകാലമൊക്കെ ഞങ്ങൾ ഫെയ്ത്തോമുകളിൽ താമസിക്കുമ്പോൾ വലിയ അടച്ചുറപ്പോ ഗേറ്റോ ഒന്നുമില്ല. ആ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുമ്പോൾ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് ഞങ്ങൾ വിസിറ്റിങ്ങിലാണെങ്കിൽ സ്കൂട്ടറിൽ പാഞ്ഞു വരും ബസ് സ്റ്റോപ്പിൽ നിന്ന് കൊണ്ടുപോകാൻ. ഞാനതെല്ലാം ഓർക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ വായിച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മെയും നമ്മുടെ തലമുറയെയും പിടിച്ചു പറിക്കാൻ നോക്കിയ, തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയ, അപഹരിക്കാൻ നോക്കിയ ഇരുട്ടിന്റെ അധികാരത്തിന്മേൽ നമുക്ക് വേണ്ടി വ്യാപരിച്ച ഒരു കരമുണ്ടായിരുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇന്ന് ആ ഭുജം ഈ പന്തലിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഭുജം വെളിപ്പെട്ടാൽ ചില വീര്യപ്രവൃത്തികൾ സംഭവിക്കും. ആ ഭുജം വെളിപ്പെട്ടാൽ ചില സൗഖ്യങ്ങൾ സംഭവിക്കും. ആ ഭുജം വെളിപ്പെട്ടാൽ ചിലർ പുതു ബലം പ്രാപിക്കും. അത് വിശ്വസിച്ചുകൊണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്തോത്രത്തോടെ ദൈവമുഖത്തേക്ക് നോക്കാം. പുതിയൊരു പ്രസംഗം കേൾക്കുകയല്ല, പുതിയ കുറച്ച് പോയിന്റുകൾ കുറിക്കുകയല്ല. കർത്താവിൻ്റെ കൈ എന്നെ തൊട്ടു, ഒരു കൈ എന്നെ തൊട്ടു എന്ന് ചിലർ ഈ യോഗം കഴിഞ്ഞ് പറഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും, അതൊരു ചരിത്രമായിരിക്കും. അത് പിന്നീട് മറക്കത്തില്ല. കർത്താവിൻ്റെ കൈ ചിലരെ ഇന്ന് രാത്രി തൊട്ടാൽ ജീവിതത്തിലൊരിക്കലും അത് മറക്കത്തില്ല. ഞങ്ങൾ കേൾപ്പിച്ചതാ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? കണ്ണുകൾ അടച്ച് 1 മിനിറ്റ് കൈ ഉയർത്തിപ്പിടിച്ച് കർത്താവേ വചനം കേൾക്കുമ്പോൾ അവിടുത്തെ കൈ ഞങ്ങളുടെ മേൽ, പുനലൂർ പട്ടണത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന് വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വചനം കേൾക്കുമ്പോൾ വചനത്തോടൊപ്പം വ്യാപരിക്കുന്ന യഹോവയുടെ ഭുജം, ഉയർന്നിരിക്കുന്ന യഹോവയുടെ ഭുജം, വീര്യം പ്രവർത്തിക്കുന്ന യഹോവയുടെ ഭുജം ഇന്ന് രാത്രി എൻ്റെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ, പുനലൂർ പട്ടണത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, ആമേൻ, ദുഷ്ടന്റെ ആധിപത്യങ്ങൾ, ഇരുട്ടിൻ്റെ ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. കർത്താവേ, പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ആത്മാക്കൾ രക്ഷിക്കാൻ നിനക്ക് കഴിയും. ഇപ്പോൾ തന്നെ മനുഷ്യ മനസ്സുകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണമുണ്ടാകണമേ. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും, ഈ പട്ടണത്തിൽ ഈ ശബ്ദം മുഴങ്ങിച്ചെല്ലുന്ന എല്ലായിടത്തും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ വ്യാപരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. കൊലോസ്യർ 3-ന്റെ 1, 2, 3, 4. ഒരു പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് മൈക്കിലൂടെ വായിച്ച് സഹായിക്കുവാൻ അപേക്ഷിക്കും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളതെ അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആമേൻ. കർത്താവ് നമുക്ക് തന്ന വചനത്തിനായിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്. മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാർത്തയെ പറ്റി കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണമെന്നും നാം തിരുവചനത്തിൽ വായിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ അഥവാ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ അസാധാരണമായ കാറ്റ് അടിക്കുകയും പടകിൽ വെള്ളം കയറുന്ന അവസ്ഥ സംജാതമാകുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? യേശു കർത്താവ് അന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഇന്ന് ശ്രദ്ധയോടുകൂടെ വചനം ധ്യാനിക്കുന്നവരോട് കർത്താവ് പറയുന്നു, എനിക്ക് വിചാരം ഉണ്ട് നിന്നെക്കുറിച്ച്. അതെ, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. എന്നാൽ ആ തിരമാല വരുന്നതിന് മുമ്പ് ഞാൻ തടയാതിരുന്നത് ഈ തിരമാലയുടെ നടുവിലും നിന്നെ കൈവിടാതെ ഉദ്ദേശിച്ച സ്ഥാനത്ത് നിന്നെ എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിന്നെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ കാറ്റ് അനുവദിച്ചത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ വിചാരങ്ങൾ ഉണ്ട്. നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ
ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ ഉള്ള വിചാരങ്ങൾ ആകുന്നു. ഇത് പുനലൂർ ടൗണിൽ നടക്കുന്ന ഒരു പബ്ലിക് മീറ്റിംഗ് ആണ്, പ്രൈവറ്റ് മീറ്റിംഗ് അല്ല. എല്ലാ മതങ്ങൾക്കും പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ട്. കുറച്ചുകൂടെ പറഞ്ഞാൽ പ്രൈവറ്റ് മീറ്റിംഗേ ഉള്ളൂ. മതത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എല്ലാ മീറ്റിങ്ങുകളും, എല്ലാ പെരുന്നാളുകളും, എല്ലാ പ്രഭാഷണങ്ങളും. എന്നാൽ സുവിശേഷകന്മാരും അപ്പോസ്തലന്മാരും പാസ്റ്റർമാരും പെന്തിക്കോസ്തുകാരും അതേ ചിന്താധാരയിൽപ്പെട്ട വിഭാഗങ്ങളും നടത്തുന്ന മീറ്റിങ്ങുകൾ പബ്ലിക് മീറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ട്, അത് ഞങ്ങളുടെ ചർച്ചിലാണ്. ഇവിടെയെല്ലാം ഞങ്ങൾക്ക് ചെറിയ ചെറിയ ചർച്ചുകളുണ്ട്. വിവിധ പേരുകൾ ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഐക്യതയിൽ പോകുന്നു. ഈ പട്ടണത്തിൽ തന്നെ ധാരാളം ചർച്ചുകൾ, സുവിശേഷ വിഹിത സഭകൾക്കുണ്ട്. അവിടെ ആഴ്ചയിൽ 2 or 3 മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയൊന്നും ഞങ്ങൾക്ക് ആചാരങ്ങളോ ചടങ്ങുകളോ അല്ല. അവിടെയെല്ലാം ഞങ്ങൾക്ക് പ്രസംഗം തന്നെയാണ്. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഇതാണ്. ഞങ്ങളുടെ പ്രസംഗത്തിന് ആധാരം ഒറ്റ ബുക്കാണ്, അത് ബൈബിളാണ്. അത് അമേരിക്കയിലും ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും കേരളത്തിലും ഞങ്ങൾ ഒരൊറ്റ ബുക്കേ ഉപയോഗിക്കുന്നുള്ളൂ. വിവിധ ഭാഷകളിൽ അത് തർജ്ജമ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാതെ ലോകം മുഴുവൻ ഈ പുസ്തകം പ്രസംഗിക്കുന്നു. 2 തരം പ്രസംഗമാണ് ഇതിനകത്തുനിന്ന് ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്. ഒന്ന്, വിശ്വാസികൾ ശക്തരാകുവാനും ഉള്ള സന്ദേശം. ശക്തരാകുക എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിൽ അധിഷ്ഠിതമായ ഡിസിപ്ലിൻഡ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരും നന്മയുള്ളവരും മാന്യന്മാരുമായ ഒരു കൂട്ടം മനുഷ്യരാക്കി വിശ്വാസികളെ വാർത്തെടുക്കുവാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ ചാരിറ്റിയുടെ വിശദീകരണങ്ങൾ, പ്രവർത്തനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ. അത് ഞങ്ങളുടെ ഒരു പ്രവർത്തനമാണ്, ഒരു ഭാഗമാണ്. അതെ, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുവാനായിട്ട് ക്രിസ്തീയ സഭയ്ക്ക് കഴിയണം. ലോകം മുഴുവൻ കണ്ണോടിച്ചാൽ ചാരിറ്റിയുടെ ഉറവിടം ക്രിസ്ത്യൻ ചർച്ചസ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിൽ നാം പുറകോട്ട് പോയെങ്കിൽ മുന്നേറേണ്ട സീസണാണ് ഇത്. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല ഞങ്ങളുടെ ദൗത്യം. കാലില്ലാത്ത ഒരാൾക്ക് കാലുണ്ടാക്കി കൊടുത്താൽ 10, 20, 30 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചുപോകും. വീടില്ലാത്ത ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ 10, 9, 50 കൊല്ലം കഴിയുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആ മനുഷ്യന്റെ ഡെഡ് ബോഡി ഇറങ്ങിപ്പോകും. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ആധികാരികമായി പറഞ്ഞ ക്രിസ്തുവിന്റെ വചനങ്ങളുടെ പ്രസക്തി എല്ലാ കാലങ്ങളെക്കാളും തെളിഞ്ഞു നിൽക്കുന്നു ഈ കാലത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ ചാരിറ്റിക്കും അപ്പുറം അതിനേക്കാൾ വലുത് ചിലത് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്.
സഭാജനങ്ങളെ സമൂഹത്തിൽ നന്മയുള്ളവരും അപ്പോൾ തന്നെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് അർഹരും യോഗ്യരുമാക്കി തീർക്കേണ്ടതിന് ഞങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെയെല്ലാം വാൾ പോസ്റ്റ് ഒട്ടിച്ച കാര്യമൊക്കെ കേട്ടില്ലേ? സഭാജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെയെല്ലാം കഴിയുന്ന വിധത്തിൽ പരസ്യങ്ങൾ കൊടുത്ത്, പന്തലിട്ട്, അടച്ചുപൂട്ടില്ലാതെ, ഗേറ്റ് വെക്കാതെ, പാസ് വെക്കാതെ, പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ലാതെ ആളുകളെ അനുവദിച്ച് നടത്തുന്ന ഈ യോഗം പബ്ലിക്കിന് വേണ്ടിയുള്ളത്. ജാതികളോ മതമോ ഇവിടെ ഞങ്ങൾ നോക്കുന്നില്ല, ചോദിക്കുന്നില്ല. കാരണം ക്രിസ്തു വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ക്രിസ്തു നിന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ആമേൻ. ഒന്നുകൂടെ പറയുന്നു, ക്രിസ്തു വന്നത്, ക്രിസ്തു നിന്നത് അഥവാ പ്രവർത്തിച്ചത്, ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. എന്നാൽ ക്രിസ്തു ഉയർത്തത്, ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നത്, ക്രിസ്തു മടങ്ങി വരുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തു വന്നത്, മരിച്ചത് എനിക്ക് വേണ്ടിയെന്ന് വ്യക്തവും വ്യക്തിപരവുമായി തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് അനുസരിച്ച് അനുധാവനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. അപ്പോൾ വചനം കേട്ടവരും ക്രിസ്തു അനുഭാവികളുമായ ആളുകളെയും കൊണ്ട് പാട്ടും പാടി സ്തോത്രകാഴ്ച എടുത്ത് ജീവിതം തള്ളിവിടുന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്കൊരു സന്ദേശം ഞങ്ങളുടെ ദേശത്തോട് പറയാനുണ്ട്, പുനലൂരുകാരോട് പറയാനുണ്ട്, കേരളത്തോട് പറയാനുണ്ട്, ഇന്ത്യയോട് പറയാനുണ്ട്. എന്താണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം? മയക്കുമരുന്ന് ലോബി. 75,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കൊച്ചിയിൽ നിന്ന് പിടിച്ചില്ലേ? എന്തിയെ ആ കേസിന്റെ ബാക്കി? 1 കോടി രൂപ തികച്ച് കണ്ടിട്ടില്ലാത്തവരാ ഈ ഇരിക്കുന്ന ആളുകൾ അധികവും, ഞാൻ ഉൾപ്പെടെ. അപ്പോഴാ 75,000 കോടിയുടെ മയക്കുമരുന്നൊക്കെ പിടിച്ചു എന്നൊക്കെ ചുമ്മാ പത്രത്തിലേക്ക് വായിക്കുക. പൂജ്യം ഞാൻ എണ്ണി നോക്കി, ശരിയാണോ? എവിടുന്ന് പിടിച്ചു? സാക്ഷര കേരളത്തിൽ നിന്ന് പിടിച്ചു. ഇതിലെ ഒരു തരി പോലും എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് കിട്ടി കാണും, അവർ മിണ്ടാത്ത. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് രക്തത്താൽ മുദ്രയിട്ട്, അതൊക്കെ ശരിയാ, മുദ്രയൊക്കെ പൊട്ടിക്കുന്ന കാലം വന്നിരിക്കുക. ഒരു ചോക്ലേറ്റിന്റെ വലിപ്പത്തിൽ ഈ സാധനം എടുക്കുമ്പോഴേക്കും 10,000-20,000 രൂപ വിലയാവും. അപ്പൊ കുഞ്ഞു കുഞ്ഞു പൊതികൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുള്ള പിള്ളേരുടെ ബാഗിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ടീച്ചർമാർ കരഞ്ഞുകൊണ്ടാ പറയുന്നത്. എന്തേ ഇതിനെ ഒന്നും പിടിക്കാൻ പറ്റാതെ തന്നെ? ഈ ഒരു വാർത്ത ഇങ്ങോട്ട് വന്നോണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് അങ്ങ് തീരുക, പിന്നെ കണ്ടിന്യൂഷൻ ഇല്ല. വേറെ വാർത്ത പിറ്റേ ആഴ്ച വന്നല്ലോ, പിന്നെ അത് നമുക്കൊരു വാർത്ത പോരെ. സത്യം പറഞ്ഞ അബീഗയിലിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ശരിയായ ഒരു ബോധ്യം കിട്ടിയിട്ടില്ല. ഈ പത്രം എല്ലാം വായിച്ചു.
ഈ കാലത്ത് 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു പാവം കൊച്ചിന് ആരാണ്ട് വാർത്ത കണ്ടോണ്ടിരുന്നവര് പറഞ്ഞു 10 ലക്ഷം ഞാൻ തരാ കൊച്ചിനെ വിടാൻ. അപ്പൊ നമുക്കറിയില്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് വയ്യല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഗവൺമെന്റിനെ വിമർശിക്കുകയല്ല, ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെന്റിനെ വിമർശിക്കാൻ പ്രതിപക്ഷം ഉണ്ടല്ലോ, അവർ ചെയ്യട്ടെ. നിങ്ങളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇച്ചിരൂടെ ചെയ്യണം. അങ്ങനെ ഞാൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സാമാന്യ മര്യാദയ്ക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സാവകാശം കിട്ടണമെങ്കിൽ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മാത്യു കുഴൽനാടൻ എന്നൊരു മനുഷ്യൻ, മൂവാറ്റുപുഴക്കാരൻ, ചില നാളുകൾക്ക് മുമ്പ് ശക്തമായിട്ട് അസംബ്ലി പറഞ്ഞു മയക്കുമരുന്നിന്റെ അതിപ്രസരത്തെ കുറിച്ച്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണെന്നാണ് സുവിശേഷൻ എന്ന നിലയിൽ എന്റെ ബോധ്യം. ഇത് പോകുന്നത് മുഴുവനും 30 വയസ്സിൽ താഴെയുള്ളവരുടെ പോക്കറ്റിലേക്കാണ്. അതാണ് ഭീകരത, അതാണ് ഭീകരത. മെഡിക്കൽ സ്റ്റുഡൻസിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അവരൊക്കെ ഇതിന് അഡിക്റ്റ് ആയിരിക്കുന്നു. മെഡിക്കൽ കോളേജിലെ പിള്ളേര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ തലമുറ പോവുകയാണ്. രണ്ടാമത്തെ പ്രശ്നം കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക്. എത്രയോ മാൻ മിസ്സിംഗ് കേസസ് ആണ്. എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങും? ഇതിന് ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു. എല്ലാ മുക്കിലും മൂലയിലും വരണം. ഇരുട്ട് എവിടെയുണ്ടോ അവിടെ ഒരു ലൈറ്റ് ഇടുക. ഇരുട്ട് കൂടുതലുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കൂടെ ഇടുക. അപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഇനിയും ഒരു സഭ വേണോ? ഞാൻ പറയുന്നത് 1000 സഭ തുടങ്ങുക. ഒരു ഹോളിനകത്തോട്ട് 50,000 പേര് കയറിയാൽ ആർക്കും ഒന്നും കിട്ടത്തില്ല. ചെറിയ കൂട്ടായ്മ ഉണ്ടായിക്കോട്ടെ, ആർക്കാ വിഷമം? ബൈബിളിലെ ചർച്ചൊക്കെ ഹൗസ് ചർച്ച് ആയിരുന്നല്ലോ. ഒറ്റ കാര്യമേ ഉള്ളൂ, നിലവിലുള്ള ഇരുട്ടിന്റെ ഘനത്തിനൊത്തവണ്ണം, ക്വാണ്ടിറ്റിക്കൊത്തവണ്ണം വെളിച്ചം ഇവിടെ വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടുത്തെ ഇരുട്ടിന്റെ ഗംഭീര്യത്തിനൊത്തവണ്ണം വെട്ടം ഇവിടെ ഇല്ല. ആ വെട്ടം നമ്മുടെ അകത്തിരിക്കുക, അത് പുറത്തേക്ക് ഇറങ്ങണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വെട്ടം ഒന്ന് കൂട്ടണം. ചിലര് മെഴുകുതിരി പോലെയാ, ചിലര് സീറോ ബൾബ് പോലെയാ, ചിലര് ഓട്ടോമാറ്റിക് ബൾബാ. സെൻട്രൽ കൺവെൻഷൻ വരുമ്പം കത്തും, ഉപവാസ പ്രാർത്ഥന വരുമ്പോ ഇച്ചിരൂടെ കത്തും, പിന്നെ അങ്ങ് കേടും. ചിലർക്ക് കമ്മിറ്റി വരുമ്പോഴേ കത്തുള്ളൂ. ഇത് എന്തൊരു സഭയെന്നറിയോ? നമ്മുടെ സഭ ഡൈനാമിക്കാ. ഒരു വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നെങ്കിൽ മുഴുവൻ പേർക്കും വരുമെന്ന് ഉറപ്പാണ്. പിന്നെ അത്ഭുതകരമായിട്ട് 1-2 പേര് രക്ഷപ്പെടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു വീട്ടിൽ പെന്തിക്കോസ് വന്ന മുഴുവൻ പേർക്കും വരും. റെയറായിട്ട് ചിലർ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ഭാര്യ വീട്ടിലേക്ക് വ്യാപിക്കും, ഭർത്താവിന്റെ വീട്ടിലേക്ക് വ്യാപിക്കും, അമ്മാച്ചനും പോകും, അളിയനും പോകും, എല്ലാം വരും, മുഴുവൻ പേർക്കും വരും. ഇത് അക്കാലത്തെ ഒരു സംഭവം. എന്നാൽ ഈയിടെയായിട്ട് ഇത് പടരുന്നില്ല. ആളുകൾ വാക്സിൻ എടുത്തൊന്ന് സംശയമുണ്ട്. ആളുകൾ വാക്സിൻ എടുത്തതല്ല, നമുക്ക് പഴയ പോലെ പകർച്ചയില്ലതാ. താങ്ക് യു ജീസസ്. അതോ നമുക്ക് ഈ സാധനം വന്നില്ലായിരിക്കും. ചിലർ ചുമ്മാ കോവിഡാന്ന് പറഞ്ഞതാ, പനിയായിരുന്നു. പിടികിട്ടുന്നുണ്ടല്ലേ?
ചുമ്മാ പന്തിക്കോസാന്ന് പറഞ്ഞതാ, കൈയൊക്കെ അടിക്കുമെന്നേ ഉള്ളൂ, സാധനം വീണിട്ടില്ല അകത്ത്. തീ ഒരിക്കലും പൊതിഞ്ഞിട്ട് വെക്കാൻ നോക്കിയല്ല. തീ പൊതിഞ്ഞിട്ട് വെക്കാൻ പറ്റുമോ? വിവരം അറിയും. തൂവാലയ്ക്കകത്തോ സാരിത്തുമ്പയിലോ ഷാളയിലോ പാൻറിന്റെ പോക്കറ്റിലോ ഒക്കെ തീക്കട്ട ഒളിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ആളെടുത്ത് ചാടുന്ന കാണും. കാരണം എല്ലായിടത്തും പൊള്ളാൻ തോന്നും. പെന്തിക്കോസ് ഒന്നും അങ്ങനെ പൊതിഞ്ഞു കെട്ടി വെക്കാൻ ഒക്കെയല്ലേ. എല്ലാവരും പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ആഴ്ചകളിലേക്ക് വന്നിരിക്കുക. ഇന്ന് രാത്രി നിന്നിലുള്ള വെളിച്ചം, ഇരുട്ടാകാതിരിപ്പാൻ നോക്കുവീ. അത് വെളിയിലോട്ട് വരണം ഈ വർഷം. ഓ രക്തത്താൽ ജയം. 1-2 മിനിറ്റ് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൂത് നിങ്ങളോടാണോ? ഇത് നമുക്ക് ആവശ്യമുണ്ടോ? നിന്റെ ഇരുട്ടൊന്ന് മാറട്ടെ. ഇവിടെ ഇരിക്കുന്ന 500 വിശ്വാസികൾ പുനലൂർ പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ, യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇരുട്ടിനൊരു തിരിച്ചടി കൊടുക്കാൻ ഈ വെളിച്ചങ്ങൾക്ക് കഴിയണം. ആത്മാവിൽ ഇന്ന് ദൈവത്തെ സൂചിച്ച് ആത്മാവിൽ ദേശത്ത് വ്യാപരിക്കുന്ന പഴക്കം ചെന്ന ഇരുട്ടിന്റെ ആധിപത്യത്തെ സഭ ഒരുമിച്ച് ചേർന്ന് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി നിർവീര്യമാക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ. ധൈര്യം ജനത്തിന്റെ ഉള്ളിലേക്ക് വരട്ടെ. നിരാശകൾ മാറിപ്പോട്ടെ. ഡിപ്രഷന്റെ കയറുകൾ മുറിഞ്ഞു പോട്ടെ. ഓ ഇരുട്ട് മാറുന്നു, വെളിച്ചം പ്രകാശിക്കുന്നു. ചിന്താഗതി മാറണം. വെല്ലുവിളിച്ചു പറയുന്നു, മതം മാറണം. എന്റെ ബൈബിളിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. 40 കൊല്ലമായിട്ട് ഞാൻ ഈ പുസ്തകം വായിക്കുന്നു. ഞാനൊരു സ്കോളറാണെന്ന് അവകാശപ്പെടുന്നില്ല. ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനൊരു ഉപദേശിയാണ്, ഞാനൊരു ഇടയനാണ്. 1/2 നൂറ്റാണ്ട് ഏകദേശം. വേദോത്സവം പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് സഭാശുശ്രൂഷകനായിട്ട് ഇരുന്നാൽ മതി. വിശ്വാസികൾ പഠിപ്പിച്ചോളൂ. അതിന്റെ കാരണം എന്താ വെച്ചാല്, ഞാൻ പണ്ട് 30 കൊല്ലം മുമ്പ് ഒരു സഭ ചാർജ് എടുക്കുമ്പോൾ ആ സഭ തുടങ്ങിയിട്ട് 60 കൊല്ലം. അവരേതാണ്ട് 10-25 ഉപദേശിമാരുടെ പ്രസംഗം കേട്ടവരാണ്. അപ്പോഴാ ഞാൻ വെടിക്കെട്ടുകാരന്റെ വീട്ടിലെ ദാഷിനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ ചെല്ലുന്നത്. പ്രസംഗം തെറ്റി അവർ വിവരം അറിയിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ശരിക്കും പഠിച്ചായിരുന്നു 10-30 കൊല്ലം മുമ്പ്. കാരണം ഒരു അപ്പച്ചൻ 5 ബൈബിളാണ് കൊണ്ടിരുന്ന സഭായോഗത്തിന്, 5 ട്രാൻസ്ലേഷനാണ്. നമുക്ക് ഒരു പിടിയില്ല. ഇതിലെ ഇടത്തോട്ട് പോയാൽ കിട്ടും, വലത്തോട്ട് പോയാൽ കിട്ടും. ഒരു നിവൃത്തിയില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു എന്താ പോലെയായി. ശനിയാഴ്ച എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഉറങ്ങാനേ പറ്റുകയില്ല. മുട്ട നീക്കുക, തമ്പുരാനെ കാത്തോണേ. അങ്ങനെ പഠിച്ചതാ ഒരുവിധമൊക്കെ. എന്നിട്ട് വല്ലതും പഠിച്ചോ? ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയക്കാരാ പഠിപ്പിക്കുന്നത്. അവരുള്ളതൊരാശ്വാസം. അവർ മിസ്റ്റേക്ക് വന്നാൽ പിറ്റേ ദിവസം അവരത് ഇട്ടോളൂ. ആർക്കാന്ന് ഇങ്ങനെ നോക്കി കൃത്യമായിട്ടിരുന്ന് ചെയ്യാൻ നേരമുള്ളത്? അപ്പൊ അത് ചെയ്യുന്നവരോട് എന്തിനാ പിണങ്ങും? അവർക്ക് അവരുടെ പ്രതിഫലം കിട്ടും അതിന്റെ സമയത്ത്. താങ്ക് യു ജീസസ്. ചിന്താഗതി മാറണം. വാക്യം വീണ്ടും വായിക്കാൻ പോവുകയാണ്. നിർത്തി വായിക്കണം. കൊലോസ്യർ 3:1-2. ആകയാൽ നിങ്ങൾ
ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഭൂമി ജീവിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് സ്വർഗത്തിലുള്ളത് ചിന്തിച്ചോണ്ട് കാർ ഓടിച്ചാൽ എവിടെ കിടക്കും? 4 കണ്ണുണ്ടായാലും ഓടിക്കാൻ പറ്റിയല്ല നമ്മുടെ റോഡിൽ കൂടെ. എന്നാ വരവാ വരുന്നത്? ഇപ്പത്തെ 2 പിള്ളേര്, 2 ബൈക്കേ 4 പിള്ളേര്, അവരെ കാണാനേ പറ്റിയില്ല. ഏതാണ്ട് ഇടിവാള് മിന്നുന്ന പോലെ അവർ പോയി. നമ്മളൊരു മിനിമം സ്പീഡിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, മീറ്റിങ്ങിനെത്താൻ നോക്കിയായിരുന്നു. അവർക്ക് പിന്നെ മീറ്റിംഗ് ഇല്ലല്ലോ, അവർക്കൊരു പ്രോഗ്രാം ഇല്ല. പ്രോഗ്രാം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുകയല്ല. അപ്പോഴാണ് ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് ചിന്തിക്കണമെന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും? പറ്റുകയില്ല. എന്തിന് വണ്ടിയൊന്നും ഓടിക്കില്ല, റബ്ബർ വെട്ടാൻ പറ്റുകയല്ലോ. കാരണം അതിന് ഒരു റബ്ബർ വെട്ടുന്ന കാണുമ്പോൾ തോന്നും ഈസിയാന്ന്. അത് ഭയങ്കര അറിവുള്ളവർക്ക് ചെയ്യാവുന്ന പണിയാണ് അത്. കാരണം അത് കുറഞ്ഞാലും കുഴപ്പം, കൂടിയാലും കുഴപ്പം. കുറഞ്ഞാൽ പാല് കിട്ടുകയല്ല, കൂടിയാൽ മരം പോകും. ഇതൊക്കെ എങ്ങനെയാ പാസ് പഠിച്ചെന്നല്ലേ? വീട്ടിൽ ഇത് ഉണ്ടായിരുന്നെന്നേ ഇവരുടെ പുറകെ നടന്ന് നോക്കിയിട്ടുണ്ട്. ഒരുത്തം വന്ന് വേഗം നമുക്ക് വെട്ടുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ പാപ്പച്ചൻ പറഞ്ഞ അവനെ നമുക്ക് മാറ്റണമെന്നായിരുന്നു. ഞാൻ ചെന്ന കുഴപ്പം, അവൻ വെട്ടിയാൽ പാലില്ലെന്ന്. അപ്പൊ നമ്മൾ പണിക്കാരുടെ ഭാഗത്താ അതിനെ പാലില്ല വരുന്നത് അവന്റെ കുറ്റമാണോ? നീ നോക്കിക്കോളാൻ പറഞ്ഞു. വേറെ ആള് വന്നപ്പോൾ പാല് കിട്ടാൻ തുടങ്ങി. ഇതിനെല്ലാം ഒരു കണക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴേ റബ്ബറിനുള്ളത് ചിന്തിക്കണം, അല്ലേ? ഉയരത്തിലുള്ളത് ചിന്തിച്ചോണ്ട് ചെയ്യാൻ പറ്റും. എന്തുവാ ഈ സ്വർഗത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ എങ്ങനെ പറ്റുക? വാക്യം കേട്ടേ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഭൂമിയിലുള്ളതല്ല എന്നൊരു വാക്ക് അവിടെ ഇല്ലായിരുന്നേ പോട്ടെന്ന് വെക്കായിരുന്നു. ഉയരത്തിലുള്ളതും ചിന്തിച്ച് ഭൂമിയിലുള്ളതും ചിന്തിച്ചാണല്ലോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞായറാഴ്ചകളിലൊക്കെ ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഭൂമിയിലുള്ളത് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരാഴ്ച സഭായോഗം കഴിഞ്ഞു പോകുമ്പോൾ ഒരു ബൈബിള് ചർച്ചിലിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു അത് ഒന്ന് അനൗൺസ് ചെയ്യണം, വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു. വേണ്ട, ശനിയാഴ്ച ഇഞ്ഞ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്കറിയാതെ അങ്ങനെ തന്നെയാണ്. ശനിയാഴ്ച വിളിച്ചു. ഞാൻ ആ ഫോൺ എടുത്ത്, പാസ്റ്ററെ എന്നാ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു വിശേഷം ഞാൻ അങ്ങ് പറയാം. ബൈബിൾ ഇവിടെയല്ലേ? അതെ ബ്രദർ, ഇന്ന് വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പറഞ്ഞു. സ്വർഗത്തിലുള്ള ചിന്തിക്കാൻ തുടങ്ങി. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സുഹൃത്തുക്കളെ, ദേശനിവാസികളെ, ഭൂമിയിലുള്ളത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. PSC പരീക്ഷ എഴുതണമെങ്കിൽ തച്ചിനിരുന്ന് പഠിക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിച്ചിട്ട് കാര്യമില്ല, പാഠപുസ്തകത്തിലുള്ളത് ചിന്തിക്കണം. പ്രായോഗികം വേണ്ടേ പറയാൻ. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിളിലേക്ക് പോകാം. ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? ഭൂമി ജീവിക്കുമ്പോൾ ഉയരത്തിലുള്ളത് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ദൈവത്തിന് മഹത്വം. ഇതാണ് ഒന്നാമത്തെ ചിന്ത, ദൂത്. രണ്ടാമത്തെ വിശദീകരണം അഥവാ സന്ദേശം, ഉയരത്തിൽ എന്തുവാ ചിന്തിക്കാനുള്ളേ? ഇതാണ് രണ്ടാമത് പറയാനുള്ളത്. ഇത് രണ്ടും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഇതിലൊന്നാം ഭാഗം പറയുകയാണ്, ഭൂമിയിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ സ്കൂള്, കോളേജ്, ട്യൂഷൻ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഉപ്പ്, മുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇതെല്ലാം ഭൂമിയിലുള്ളതാണ്. പ്രസംഗപീഠം, മൈക്ക്, ലൈറ്റ്, ഇതെല്ലാം ഭൂമിയിലുള്ളതാണ്. ബസ്, കാറ് എല്ലാം ഭൂമിയിലുള്ളതാണ്. കറണ്ട് കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ എല്ലാം ഭൂമിയിലുള്ളതാണ്.
ഇതെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ജീവിക്കാനും പറ്റുകയില്ല. എന്നാൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഒരു ദൈവ വിചാരം ഉണ്ട് താൻ. ഇനി ഞാൻ പറയുമ്പോൾ വെളിയിലുള്ളവരും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം തന്നെ പോകാൻ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഈ യോഗം തീരുവേ. ഈ വഴിയിലൊക്കെ ആളുകൾ നിന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ യോഗം, ഇത് പബ്ലിക് മീറ്റിംഗാണ്, എല്ലാവരും കേൾക്കണം. അതുകൊണ്ട് ഇത് അത് അവരുടെയാണെന്ന് പറഞ്ഞ് പോകല്ലേ, നിങ്ങൾക്കും കൂടി ഉള്ളതാണേ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഭൂമിയിലുള്ളത് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഉപദേശി ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ മൂന്ന് മക്കൾ 3 സ്ഥലത്താണ്. അവർക്ക് 3 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. അവരെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെല്ലാം ചിന്തിക്കുന്നുണ്ട്, എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയിലുള്ളത് ചിന്തിക്കാത്ത മനുഷ്യനല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്ത് പാസ്റ്റർ എബിൻ, ഇവിടെ തൊട്ടടുത്ത പാസ്റ്റർ അലക്സാണ്ടർ ഫിലിപ്പ്, അദ്ദേഹത്തിന്റെ മകൻ എബിൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹവും എൻ്റെ കൂടെയുള്ള പാസ്റ്റർ ജോജോയും പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്, അദ്ദേഹം തൻ്റെ ഭൂമിയിൽ കുറച്ച് വീടില്ലാത്ത ദൈവദാസന്മാർക്ക് വീട് വെക്കാൻ കൊടുത്തു. അവിടെ വീടുകൾ പണിയുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ പിന്നെ അങ്ങനത്തെ ഫിലിപ്പ് സാറുമാർ പിറവത്തില്ലല്ലോ, 2-3 ഫിലിപ്പ് സാറുമാർ പിറവത്തുണ്ടാകാൻ പ്രാർത്ഥിക്കാവുന്നു. കാരണം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന 5 ഉപദേശിമാർക്ക് വീടുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ 30 കൊല്ലം ഫെയ്ത്ത് ഹോമുകളിൽ താമസിച്ച ശേഷം ഒരു വീട് വാങ്ങിയത്. ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ഇതൊക്കെ ചിന്തിക്കാതെ പറ്റുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രാക്ടിക്കലാണോ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരട്ടെ. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. കാരണം എനിക്ക് തന്നെ ഇത് മനസ്സിലായത് വളരെ വൈകിട്ടാണ്. ദയവായി ഒന്നോട് വായിച്ച് സഹായിച്ചാട്ടെ. 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അതാണ് അതിന്റെ ക്ലൂ. ഇത് ഉയർത്തെഴുന്നേറ്റവർക്കേ പറ്റുള്ളൂ. ആമേൻ. ഇവിടെയാണ് ഇതിന്റെ താക്കോൽ. അച്ഛാ ഒന്നോട് വായിച്ചു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ആമേൻ. ഒരു ഹല്ലേലൂയ കൈകൾ ഉയർത്തി പറഞ്ഞാട്ടെ. ഇതെല്ലാവർക്കും പറ്റില്ല. ഇതാർക്ക് പറ്റും? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവർക്ക് പറ്റും. എൻ്റെ വാക്കുകൾ പരിമിതമാണ്, എൻ്റെ അറിവ് പരിമിതമാണ്, ജ്ഞാനം കുറവാണ്. എനിക്കിത് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് എത്തിച്ചു തരാൻ കഴിയുന്നില്ല. കാരണം ഞാൻ തന്നെ വളരെ വൈകിയാണ് ഈ സത്യം ഗ്രഹിച്ചത്. ഇതൊരു കോമൺ മാൻ ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. ഒരു സാധാരണ മനുഷ്യൻ ഇത് സാധ്യമല്ല. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണമെങ്കിൽ ഈ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിക്കണം. ഈ വ്യക്തി ഉയർത്തെഴുന്നേൽക്കണം. സുവിശേഷത്തിന്റെ കാതലായ ഭാഗം പറയാനാണല്ലോ ഞങ്ങളെ ദൈവം വിളിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ചൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവണം. അതിന്റെ പേരാണ് ബോൺ എഗെയിൻ. വീണ്ടും ജനനം, വീണ്ടും ജനനം. അതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പിരിച്വൽ ലാംഗ്വേജ് ആണ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക. ഇത് വിശദീകരിക്കാൻ
ഞാന് തീമോഥെയോസിന്റെ ലേഖനത്തിലോട്ട് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അതിന്റെ രണ്ടാമത്തെ ലേഖനം, രണ്ടാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുന്നത് ദയവായി കേട്ടാലും. 2 തീമോഥെയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. ആമേൻ. നാം യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കും. അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞിട്ട് വായിക്കാം. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് കയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് നമുക്കൊരു ഉയർപ്പ് വേണമെന്നാണ്. എന്നാൽ അതിനു മുമ്പ് നമുക്കൊരു മരണമുണ്ടാകണം. ഇത് ആത്മീയമാണ് കേട്ടോ, ഇത് ആത്മീയ ഭാഷയാണ് കേട്ടോ. നിങ്ങൾ മരിക്കണം. അപ്പോ മരിച്ചവർക്ക് മാത്രമേ ഉയർപ്പുള്ളൂ. മരിച്ചുയർത്തവർക്ക് മാത്രമേ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഒരു ന്യൂ ക്രിയേച്ചർ, ഒരു പുതു സൃഷ്ടി, ട്രാൻസ്ഫോംഡ് ക്രിസ്ത്യൻ, രൂപാന്തരം സംഭവിച്ചവർക്ക് മാത്രമേ ഇത് കഴിയത്തുള്ളൂ. രൂപാന്തരം സംഭവിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപാന്തരം സംഭവിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയോടെ കേൾക്കണം. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് മരണം? എന്താണ് ഉയർപ്പ്? നാം യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അടുത്ത വാചകം, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. യേശുക്രിസ്തുവിനോട് കൂടെ സഹിക്കുക. ക്രിസ്തീയ ജീവിതം സഹന ജീവിതമാണ്, സുഖജീവിതമല്ല. ക്രിസ്തീയ ജീവിതത്തിന് ഒരു സഹനമുണ്ട്. മണിപ്പൂരിൽ ഞായറാഴ്ച രാവിലെ നൂറുകണക്കിന് വിശ്വാസികൾ അവരുടെ ആരാധനാലയത്തിന്റെ പടിക്കൽ വന്നപ്പോൾ മുഴുവനും തല്ലി തകർത്ത് തീ വെച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നു. ആ പാപം സ്ത്രീ പുരുഷന്മാർ നാഷണൽ ഹൈവേ പോലെയുള്ള റോഡിൽ നിരനിരയായി മുട്ടുകുത്തി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ചാറ്റമഴ പെയ്യുന്നുണ്ട്. ആ അമ്മമാര്, ആ അനിയന്മാര്, അനിയത്തിമാര് നനയുന്നുണ്ട്. സഹോദരന്മാര് നനയുന്നുണ്ട്. അവരുടെ ഭാഷ എനിക്കറിയില്ല, പക്ഷെ ഹല്ലേലൂയ അവര് കരഞ്ഞുകൊണ്ട് പറയുന്നത് ആ വീഡിയോയിൽ ഞാൻ കേട്ടു. ഞാൻ അത് കഴിഞ്ഞ് അന്വേഷിച്ചു. എന്റെ സുഹൃത്തുക്കൾ അവിടെ പോയി. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ജോബി തിരുവല്ല, അദ്ദേഹം ഒക്കെ പോയി. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഇപ്പൊ വരണ്ട, അച്ഛനെ കഴിയട്ടെന്ന് പറഞ്ഞു. ഗുജറാത്തിലുള്ള എന്റെ സ്നേഹിതൻ പാസ്റ്റർ സജി അവിടെ പോയി ആ കഷ്ടപ്പെടുന്നവരെ മാക്സിമം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനും ചോദിക്കും, ദൈവമേ നീ ഇത് അനുവദിച്ചത് എന്താ? ഇങ്ങനെ സഹിക്കണോ? ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്തവരല്ലേ. എന്തിന് ഞങ്ങളുടെ പള്ളി പൊളിച്ചു? എന്തിന് ഞങ്ങളുടെ പള്ളി കത്തിച്ചു? അത്രയും വിശ്വാസികൾ വിചാരിച്ചാൽ ഈ നാട്ടിൽ ഒരു പ്രശ്നമൊക്കെ വേണേ ഉണ്ടാക്കിക്കൂടെ? ഇല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവര് രൂപാന്തരം സംഭവിച്ചവരാ. അവര് സഹിക്കാൻ തയ്യാറാണ്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇന്ന് രാത്രി സഹനത്തിന്റെ പാതയിലൂടെ പോകുന്ന ദൈവ പൈതലേ, നിനക്കൊരു വാഴ്ചയുണ്ട്. അടുത്ത വാചകം കേട്ടെ. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും.
എപ്പോഴാ തള്ളി പറയുന്നേ? മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ. അത് കേരളത്തിലായിരിക്കും ആയിക്കൂടുന്നുണ്ടോ? 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 നമ്മൾ സുഖജീവിതം നയിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. എപ്പോഴാ തള്ളി പറയുന്നേ? ആരാധനാലയത്തിനകത്തോട്ട് കയറി അടിച്ചു നിരത്തുമ്പോൾ തള്ളി പറഞ്ഞു പോകുന്നു ചിലർ, അല്ലേ? രൂപാന്തരം സംഭവിച്ചൊരു തള്ളി പറയല. രൂപാന്തരം സംഭവിച്ചത് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുണ്ടോ? ഈ ചർച്ച് പൊളിറ്റിക്സ് ഒക്കെ നമ്മുടെ തലയ്ക്ക് പിടിച്ചിട്ട് നമുക്ക് വീണ്ടും തന്നെ എന്നാന്ന് പോലും അറിയാൻ മേലാത്തവരിപ്പോൾ ഉണ്ട്. ഞാനത് ഇതൊന്നും പൊതുവെ പറയുന്ന ആളല്ല, എന്നാൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് 3-4 പേരായി ചെയ്യുന്നത്. പക്ഷെ സുവിശേഷീകരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. ഹല്ലേലൂയ. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, തള്ളി പറയുന്നുവെങ്കിൽ നമ്മയും തള്ളി. അത് വായിക്കുമ്പോൾ പേടിയാ, പക്ഷെ ഒരു ആശ്വാസമുണ്ട്. അടുത്ത വാക്യം വായിച്ചു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഞാൻ ഈ വിഷയം ക്ലാസ് എടുത്തു, പ്രസംഗമല്ല, ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരൻ പറയും, ആ ഒടുവിലത്തെ ഭാഗം വായിച്ചപ്പോൾ ഒരു ആശ്വാസമായി. നാം അവിശ്വസ്തരായാലും അവൻ എന്റെ പൊന്നു ഭാഷ, ഇത് ആദ്യം പറയാൻ മേലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നമുക്ക് അങ്ങനെ തള്ളി പറയാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കർത്താവ് നമുക്ക് ബലം തരും. കർത്താവ് നമുക്ക് ബലം തരും. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ പോകുന്ന ആളാണ്. ഈ പ്രാവശ്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയായിരുന്നു, ലക്നൌവിലായിരുന്നു. ഡോക്ടർ പാപ്പി മത്തായി അവരോടൊപ്പമുള്ള മീറ്റിങ്ങുകളും ഉണ്ടായിരുന്നു. അവിടെ ഗ്രാമങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ നമ്മുടെ മലയാളി പാസ്റ്റേഴ്സ് പറയാം, നമ്മളെക്കാൾ ധൈര്യവാസ ഇവർക്ക്, നമ്മളെക്കാൾ ആവേശം അവർക്ക്. എന്താ ഇങ്ങോട്ട് വന്നോട്ടെ, കർത്താവിന് വേണ്ടി നിൽക്കാൻ അവർ തയ്യാറാകും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. തള്ളി പറയാൻ നമുക്കിട വരികയില്ല. എന്നാൽ രൂപാന്തരം സംഭവിക്കാതെ ഇതിനകത്ത് വട്ടം കറങ്ങി നടക്കുന്നവരുടെ കാര്യം ബുദ്ധിമുട്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മരിക്കുന്നു എങ്കിൽ ജീവിക്കും, അല്ലേ? നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അപ്പൊ എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഉണ്ട്. കൊലോസ്യരിലേക്ക് തിരിച്ചു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 2-ാം അധ്യായം അതിന്റെ 8, 9, 10, 11 ഒന്ന് വായിച്ചു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അതേ മനുഷ്യരുടെ സമുദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങൾ ഒരു മിനിറ്റ്, നമ്മൾ ഉയർത്തു. അവരോടാ 3-1 പറയുന്നത്. നമ്മൾ ഉയർത്തു. എങ്ങനെ? സ്നാനത്തിലൂടെ. അപ്പൊ ഉയർപ്പ് സ്നാനത്തിലൂടെയാണെങ്കിൽ മരണോ സ്നാനത്തിലൂടെയാണെന്ന് പറയാമെങ്കിലും സമർപ്പണത്തിലാണ് അത് നടക്കുന്നത്. വാക്യങ്ങൾ വായിക്കാൻ സമയം കുറവുണ്ട്, ഞാൻ അങ്ങ് പറയാം. ഗലാത്യർ 2:20. ഞാൻ
ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്നാനത്തിന്റെ കാര്യമല്ലല്ലോ, അത് സമർപ്പണത്തിന്റെ കാര്യമല്ലേ. ആ സമർപ്പണം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്. ഒരിക്കലും പച്ചവെള്ളത്തിന് ഒരാളെ ആത്മീയമായി മരിപ്പിക്കാനോ അടക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ഞാൻ എൻ്റെ മനസ്സിൽ ചെയ്യുന്ന സമർപ്പണത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അങ്ങനെ കർത്താവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇത് സംഭവിക്കുന്നു. വാക്യം 13. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പം മരണം, ഉയർപ്പ് ഒക്കെ കണ്ടല്ലോ. വാക്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൂടെ ഒന്ന് നോക്കി പോകാം, എന്നിട്ട് സമാപനത്തിലേക്ക് അതിവേഗം നമ്മൾ ഓടിയെടുക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3:26, 27, 28. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ഇങ്ങനെയാണ് ഈ രൂപാന്തരം സംഭവിക്കുന്നത്. എൻ്റെ പാസ്റ്ററെ അങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ഇത് മനസ്സിലാകത്തില്ല. അതെ, ഇന്നാദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ലളിതമാക്കട്ടെ. ക്രിസ്തുവിനെ അറിയുവാനായി ആഗ്രഹിക്കുക. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, മനുഷ്യാവതാരം ചെയ്ത ദൈവം. അവൻ വന്നത് പാപികളെ രക്ഷിപ്പാൻ. അവന്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. സർവലോകത്തിൻ്റെയും പാപം ചുമന്നുകൊണ്ട് യേശു തമ്പുരാൻ കുരിശിൽ മരിച്ചു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സുഹൃത്തെ, നിന്റെയും കൂടെ പാപത്തിന് വേണ്ടി ആകുന്നു ക്രിസ്തു മരിച്ചത്. സഹോദരി, നിന്റെ ശാപവും കൂടെ വഹിച്ചിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. ഇന്ന് രാത്രി നല്ല രാത്രിയാണ്. നിനക്കൊരു പുതിയ സൃഷ്ടിയാകാൻ കഴിയും. ഈ ജീവിതം ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുക. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്ക യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്ക യേശു രക്തം ചിന്തി. ഇന്ന് ഈ ഒരു സമർപ്പണത്തിന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. നിങ്ങളിവിടെയുള്ള ദൈവദാസന്മാരെ, സുവിശേഷകന്മാരെ കാണണം. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ച ശേഷം
നിങ്ങൾ ആ വിശ്വാസമേറ്റു പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന വിലയേറിയ അനുഭവം പ്രാപിക്കും. അത് വെറുമൊരു ചടങ്ങല്ല, ആന്തരികമായി സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനാകും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ചിന്ത മാറും. നമ്മൾ ധ്യാനിച്ചു വന്ന വിഷയത്തിലോട്ട് കയറാൻ പോവുകയാണേ. അപ്പോ ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ പറ്റുമോ? അതിന് ദൈവവചനത്തിന്റെ വീക്ഷണം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഭൂമിയിലുള്ളതെല്ലാം നടക്കും. അതാണ് അതിന്റെ ശരി തർജ്ജിമ. അപ്പൊ ഭൂമിയിലുള്ളത് ദൈവം നടത്തും, നീ ഉയരത്തിലുള്ളത് അന്വേഷിച്ച. മനസ്സിലാവുന്നുണ്ടോ? ഇത് അതുപോലെ നിറവേറ്റിയവരായിരുന്നു ഈ സഭയുടെയൊക്കെ സ്ഥാപകർ. സ്തോത്രം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒത്തിരി എൻ്റെ ഓർമ്മയിലുണ്ട്. അത് ഇപ്പൊ പറയാൻ സമയവുമില്ല, ഇവിടെ അത് ആവശ്യവുമില്ല. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ അങ്ങ് സമർപ്പിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് അവരുടെ പിള്ളേർക്കൊന്നും ഒരു ദോഷവും വന്നില്ല. ദൈവം അവർക്ക് വേണ്ടി കരുതുക. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ കാറും വണ്ടിയും വെള്ളവും ഇല്ലാത്ത കാലത്ത് അരിയും പച്ചക്കറിയും ഉണക്കപ്പയും മീനും ഉണക്കമീനും പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ച് വലിയ ചാക്കിനകത്തും സഞ്ചിക്കകത്തും ആക്കി നടന്നു പോകുമ്പോ പെട്ടെന്നൊരു ശബ്ദം അദ്ദേഹം കേൾക്കുക. നീ ഈ ചാക്ക് മുഴുവനും കൂടെ, ഈ സാധനം മുഴുവനും കൂടെ എന്റെ ദാസൻ കെ.ഇ. എബ്രഹാമിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറയും. മർത്തോമ വിശ്വാസിയായ ആ മനുഷ്യൻ അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞു. ഭക്തന്മാരായ മനുഷ്യരാ. നേരെ ആ ഫെയ്ത്തോമി കൊണ്ട് കൊടുത്തു. 3 ദിവസമായിട്ട് അവിടെ പട്ടിണി കിടക്കുക. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ച് ഒരു അധ്യാപകൻ ജോലി വിട്ട് ചിറങ്ങി പട്ടിണിക്ക് കിടക്കുക. അന്നേരം വേറൊരു വീട്ടിലെ അമ്മച്ചി എഴുതി കൊടുത്ത് വിട്ട ലിസ്റ്റും പ്രകാരം അപ്പച്ചൻ മേടിച്ചു വന്നുകൊണ്ട് വരിക. അത് മുഴുവൻ ഇവിടുത്തെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കൊണ്ട് കൊടുത്തു. ആ അപ്പച്ചന്റെ കൊച്ചുമോനാണോ കൊച്ചുമോന്റെ മോനാണോ ഈ അടുത്ത കാലത്ത് ഒരു പാട്ട് എഴുതി. ആ പാട്ട് ഇങ്ങനെ ഞാൻ മൂളിപ്പാട്ടായിട്ട് പാടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് എഴുതിയത് ഇന്ന ആളാന്ന അറിവ് കറക്റ്റ് അറിവല്ല എന്ന് പറഞ്ഞു. ആ പാട്ട് ഏതാണെന്നറിയോ? നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുക എൻ ഗ്രഹമെന്തുള്ളൂ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ നീതി, അതിനുവേണ്ടി മനസ്സങ്ങ് തിരിച്ചു കഴിയുമ്പോ നിന്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം തമ്പുരാൻ അങ്ങ് ഏൽക്കുക, അങ്ങ് ഏറ്റെടുക്കുക. അനുഭവം ഉള്ളവരോട് ചോദിച്ചു നോക്ക്, ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല. അവൻ ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ട് ആരെങ്കിലും ഭൂമിയിലുള്ള കാര്യം ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, ഒന്നുകൂടി ആദ്യം അനുഭവത്തിലേക്ക് മടങ്ങി വരിക. കർത്താവിന് ഏക ചിന്തയോടെ ഇരിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് പരിഹരിക്കും. ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞ 2ാം ഭാഗത്തേക്ക് കയറുന്നു. ഉയരത്തിൽ എന്തുവാ ചിന്തിക്കാനുള്ള? ഒന്ന്, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയത് ഉയരത്തിലേക്കാണ്.
കൃത്യമായി എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. അവരിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുക. അതാ അങ്ങോട്ടാ പോയത്. അപ്പോൾ ഒരു ദൂതൻ വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്താ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നേ? അവർ ഗലീലക്കാരാ, ഗലീല പുരുഷന്മാര്, നിങ്ങളെന്താ ആകാശത്തേക്ക് നോക്കി? അപ്പോൾ ഉയരത്തിലോട്ടുള്ള ചിന്ത നമ്പർ 1, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം അങ്ങോട്ടാ പോയത്. അപ്പൊ ആ ഉയരത്തിലുള്ള ചിന്തയുടെ ബേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലുള്ള ബോധ്യമാണ്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യും. റോമർ 8:31, 32, 31, 34. അപ്പൊ ഉയരത്തിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എന്നാന്നറിയോ? ക്രിസ്തു എൻ്റെ മഹാപുരോഹിതനായി, എൻ്റെ മധ്യസ്ഥനായി എനിക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ, ഇന്ന് രാത്രി നിൽക്കുന്നു, ഇരിക്കുന്നു. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. ആമേൻ. പ്രിയപ്പെട്ടവരെ, രക്ഷാ നിർണയം അതിഗംഭീരമായ ഒരു കാര്യമാണ്. ഒരു കാരണവശാലും പതറാൻ ഒക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും എനിക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഇതാണ് ഉയരത്തിലേക്കുള്ള ചിന്ത. ഹല്ലേലൂയ. 24 മണിക്കൂർ ചിന്തിക്കാം ആ കാര്യം. അതിനെക്കുറിച്ചുള്ള സ്തോത്രഗീതങ്ങൾ പാടിക്കൊണ്ട് നടക്കാം എപ്പോഴും. അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ കാര്യം, അവൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അത്രയും മതി ഇന്നിപ്പോ. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അപ്പൊ അങ്ങോട്ട് പോയപ്പോ ഇങ്ങോട്ടൊരാളെ അയക്കാമെന്ന് പറഞ്ഞു. ഹോ, അതാരാ? അത് പരിശുദ്ധാത്മാവ്. അവനാണ് കാര്യസ്ഥൻ. ഈ കാര്യസ്ഥൻ എന്ന വാക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആംപ്ലിഫൈഡ് ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് നോക്കണം. അഡ്വക്കേറ്റ് എന്നാണ് ഒരർത്ഥം, മീഡിയേറ്റർ എന്നാണ് വേറൊരർത്ഥം, സ്റ്റാൻഡ് ബൈ എന്നാണ്, സ്ട്രെങ്തനർ എന്നാണ്, കംഫർട്ടർ എന്നാണ്. 7 അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നു. ഞാനത് വായിച്ചിട്ട് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു അങ്ങോട്ട് പോയിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് നടക്കുകയല്ല. എനിക്കൊരാളെ തന്നിട്ടുണ്ട്. അവന്റെ പേര് ഹോളി സ്പിരിറ്റ്. അവൻ വന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന് വായിച്ചോ, അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ശക്തി ലഭിക്കും. ആ ശക്തി എന്നുള്ളതിന് ഇപ്പൊ കൂടുതൽ അർത്ഥമൊന്നും നോക്കണ്ട. ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും. അപ്പൊ യേശു ഉയരത്തിലോട്ട് പോയി, പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു. അത് എൻ്റെ മേൽ വന്നാൽ എനിക്ക് ശക്തി ലഭിക്കും. എന്തിനുള്ള ശക്തി? ഏതു പ്രതികൂലത്തിലും യേശുവിന്റെ സാക്ഷിയാകാനുള്ള ശക്തി. ആ ശക്തി പ്രാപിക്കാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. അതിനുള്ള മാർഗം എന്നാ? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. ഈ സമാപന രാത്രി
ഞങ്ങൾ ഇനി ഇവിടുന്ന് വണ്ടി വിട്ടാൽ ദൈവം അനുവദിച്ച് തടസ്സമൊന്നും വന്നില്ലെങ്കിൽ രാത്രി 2 മണിയാവും വീട്ടിൽ ചെല്ലും. 1 മണിയെങ്കിലും ആവും. നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ പോകാം. ദൈവത്തെ ഓർത്ത് അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് ശക്തി ഇത് പോരാ, എനിക്ക് ശക്തി ഇത് പോരാ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, പറയാം. ലൂക്കോസ് 1:31. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിനെ ഒന്ന് ഫിസിക്കലായിട്ട് ചിന്തിച്ചേ. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നാൽ, അത്യുന്നതന്റെ ശക്തിയുടെ നിഴല് തട്ടിയാൽ, അവളുടെ ഉദരത്തിൽ, ഗർഭത്തിൽ അത്ഭുതം നടക്കുമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് ശുദ്ധ മലയാളത്തിൽ അങ്ങ് എടുത്തേ. നിനക്ക് എവിടെയാണോ വിടുതൽ ആവശ്യം, നിനക്ക് എവിടെയാണോ മിറക്കിൾ ആവശ്യം, നിനക്ക് എവിടെയാണോ അത്ഭുതം ആവശ്യം, അവിടേക്ക് പവർ ഇന്ന് രാത്രി വ്യാപരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എവിടെയാണോ വിടുതൽ ആവശ്യം, എവിടെയാണോ ശക്തി ആവശ്യം, എവിടെയാണോ അത്ഭുതം ആവശ്യം, അവിടേക്ക് പവർ ഇന്ന് വ്യാപരിക്കും. ഇന്ന് വ്യാപരിക്കും, ഇന്ന് വ്യാപരിക്കും, ഇന്ന് വ്യാപരിക്കും. ചില രോഗസൗഖ്യങ്ങൾ, മറക്കാൻ കഴിയാത്ത ചില അടയാളങ്ങൾ ഇന്ന് രാത്രി പന്തലിൽ സംഭവിക്കും. എന്റെ ഉള്ളിൽ ആത്മാവ് അങ്ങനെ പറയുന്നു. ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങാൻ നിങ്ങളത് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. കരങ്ങൾ അടിക്കേണ്ടവർക്ക് കരങ്ങൾ അടിക്കാം. ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യുന്നവർക്ക് സ്തോത്രം ചെയ്യാം. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ആത്മശക്തി ഇന്ന് പുനലൂരിൽ കൊടുങ്കാറ്റ് പോലെ അടിക്കും, അഗ്നിജ്വാല പോലെ പതിയും, പ്രാവ് പോലെ ചിറകടിക്കും. ഒരൊറ്റയാള് പോലും വന്നതുപോലെ പോകത്തില്ല. ഒരു പുതുക്കം, ഒരു പുതുക്കം ഇന്ന് രാത്രി. ചവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവീൻ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. വചനത്തോടു കൂടെ യഹോവയുടെ ഭുജം വെളിപ്പെടുമെന്ന തുടക്കത്തിൽ ആത്മാവ് പറഞ്ഞില്ലേ? ആ ഭുജം ഇതാ വെളിപ്പെട്ടു തുടങ്ങി, ഇതാ വെളിപ്പെട്ടു തുടങ്ങി. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം. റിസീവ്, റിസീവ്. പ്രാപിക്കുക, അത്ഭുതങ്ങൾ പ്രാപിക്കുക, പുതുജീവൻ പ്രാപിക്കുക, പുതു ശക്തി പ്രാപിക്കുക, പുതു ഭാഷ സംസാരിക്കുക. നാവിന്റെ കെട്ടഴിയട്ടെ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, അത്യന്ത ശക്തി വ്യാപരിക്കണമേ. പെന്തക്കോസ്തിൽ കൊടിയ കാറ്റായി വന്നതുപോൽ പണ്ടൊരു നാൾ പെന്തക്കോസ്തിൽ കൊടിയ കാറ്റായി വന്നതുപോൽ വന്നിടണേ, വന്നിടണേ. കൊടിയ കാറ്റായി വന്നിടണേ, വന്നിടണേ, വന്നിടണേ. കൊടിയ കാറ്റായി വന്നിടണേ. പരിശുദ്ധാത്മ
പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ആഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. അമ്മരുന്നാൾ മാളികമുറിയിൽ അഗ്നിനാവായി വന്നതുപോൽ, അന്നൊരുനാൾ മാളികമുറിയിൽ അഗ്നിനാവായി വന്നതുപോൽ വന്നിടണേ വന്നിടണേ. തീജ്വാല പോൽ നീ വന്നിടണേ വന്നിടണേ വന്നിടണേ. തീജ്വാല പോൽ നീ വന്നിടണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ എഴുന്നേറ്റ് നിന്ന് വേണം കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. അന്നൊരു നാൾ യോർദാൻ നദിയിൽ യേശുവിന്മേൽ നീ വന്നതുപോൽ, അന്നൊരു നാൾ യോർദാൻ നദിയിൽ യേശുവിന്മേൽ നീ വന്നതുപോൽ വന്നിടണേ വന്നിടണേ. പരിശുദ്ധ പ്രാവായി വന്നിടണേ വന്നിടണേ വന്നിടണേ. പരിശുദ്ധ പ്രാവായി വന്നിടണേ. പരിശുദ്ധാത്മാവേ ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തി. ചേർന്ന് പുതിയ പാട്ടാ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധ ആത്മാർത്ഥമായിട്ട് ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ കാത്തിരിക്കും ഞങ്ങളിൽ.
കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ അർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ ആർത്തിയോടെ പാട്. ഇപ്പോൾ തന്നെ പ്രാപിച്ചോ, ഇപ്പോൾ തന്നെ പ്രാപിച്ചോ. കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമേ. വരണമേ ആത്മാവേ, വരണമേ ആത്മാവേ. കാറ്റുപോലെ അടിക്കണമേ. പുനലൂർ പട്ടണത്തെ ഇന്ന് രാത്രി ആ കാറ്റുകൊണ്ട്, ആ തീജ്വാല കൊണ്ട് ഇന്ന് രാത്രി സന്ദർശിക്കണമേ. രബ രബല ഹദല രബന ദുഡബലഗദര ആബല ശതരബ ദീബല ഹംബ രഗന ഹംബ രബന. പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ. ശബ്ദമുയർത്തി എല്ലാവരും ഉത്സാഹത്തോടെ ഇന്ന് ആ തീജ്വാല ഇവിടെ ഇറങ്ങുന്നുണ്ട്. ചിലരെ തൊടുന്നുണ്ട്, ചിലരെ സൗഖ്യമാക്കുന്നുണ്ട്. നാവിന്റെ പുതിയ ഭാഷ ഇപ്പോൾ പ്രാപിക്കണം, ഇന്ന് പ്രാപിക്കണം. ഇതിനകത്തുനിന്ന് മിഷണറിമാർ പുറത്തു വരട്ടെ. ഇതിനകത്തുനിന്ന് മിഷണറിമാർ പുറത്തു വരട്ടെ. ഒരു പകർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പ്രാപിച്ചോ. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ, നീ അല്ലെങ്കിൽ പിന്നെ ആരാ? നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. സ്ത്രീകളും പുരുഷന്മാരും power, 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 power. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. there is power, Power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. in the name of Jesus, in the name of Jesus, we have the victory. Hallelujah. In the name of Jesus, in the name of Jesus, Satan will have to flee. When we stand in the name of Jesus, tell me who can stand before. When we stand in the name of Jesus, tell me who can stand before. In the name of Jesus, In the name of Jesus, we have the victory. Hallelujah. In the name of
Jesus, we have the victory. In the mighty name of Jesus, we have the victory. In the mighty name of Jesus, we have the victory. In the name of Jesus. In the name of Jesus, we have the victory. Oh, hallelujah. In the name of Jesus, Satan will have to flee. ശത്രു തോൽക്കുന്നു. ശത്രു ആയുധം വെച്ച് കീഴടങ്ങുന്നു. Who can stand before ആ വിചാരത്താൽ ബന്ധിക്കപ്പെട്ട ജനത ഇതാ വിടുതൽ പ്രാപിക്കുന്നു. മയക്കുമരുന്നിനാൽ ബന്ധിക്കപ്പെട്ട ജനത ഇതാ വിടുതൽ പ്രാപിക്കുന്നു. the victory? വിവാഹ മോചനത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ജനർ ഇതാ കെട്ടു പൊട്ടി പുറത്തു വരൂ. We stand in the name of Jesus. Tell me who can stand before. In the mighty name of Jesus, we have the victory. കർത്താവ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയുക. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ, ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, സാക്ഷിയാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: ആത്മശക്തി. വേറെ ഒരു പണിയില്ല. പണ്ടങ്ങാണ്ട് ഒരു അനുഭവം ഉണ്ടായ പോരാ. ഇന്ന് ചലിക്കുന്ന അനുഭവം. ഈ നടത്തി കടന്ന് ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഇന്നിവിടുന്ന് പോകുമ്പോൾ നീ ചലിച്ചുകൊണ്ട് പോകും. എനിക്കറിയാം, ഇപ്പോൾ രോഗസൗഖ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശരീരങ്ങൾക്കകത്ത് ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വ്യാപരിക്കുക. ബൈബിളിൽ മറ്റൊരു വ്യവസ്ഥയും കൂടി ഉണ്ട്. അഭിഷിക്തന്മാരെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിപ്പിക്കുക. സമയം തികയത്തില്ല എങ്കിലും ആത്മനിയോഗത്താൽ ഒരു ആത്മശക്തിയുടെ പുതപ്പ് എൻ്റെ മേൽ വീഴേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശക്തമായ നിയോഗമുള്ളവരുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വന്നാൽ കൈവച്ച് പ്രാർത്ഥിക്കും.